ശംശരിക്കട്ടെ. നമ്മൾ ഇന്ന് ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹിത എന്ന പരമ്പരയുടെ 63-ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. 2-ാമത്തെ വാല്യത്തിലെ 3-ാമത്തെ ഭാഗവുമാണിത്. ഇവിടെ നമ്മളിന്ന് ധ്യാന വിഷയമാക്കുന്നത് ഈശോയെ ആത്മാവ് പിശാചിനാൽ പരീക്ഷിക്കുവാൻ വേണ്ടി ആ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നതും അവിടെ ഈശോയുടെ ഉപവാസവും അത് കഴിഞ്ഞുള്ള പരീക്ഷണങ്ങളുമൊക്കെയാണ്. നമുക്കറിയാം ഈശോയ്ക്ക് ഈ പരീക്ഷണങ്ങളുടെ ആവശ്യമില്ല. പിന്നെ എന്തുകൊണ്ട് ഈശോ ഈ പരീക്ഷണങ്ങളിലേക്ക് കടന്നു ചെന്നു? പാപികളായ നമ്മൾക്ക് വേണ്ടി പരീക്ഷണങ്ങൾ വരുമ്പോൾ പിശാചിൻ്റെ പരീക്ഷണം അതികഠിനമായ പരീക്ഷണമായിരിക്കും. അതിനെ നമുക്ക് എങ്ങനെ അതിജീവിക്കാം? ഒരുപക്ഷെ ഇത് നമ്മളെ പഠിപ്പിക്കുവാനും ആ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ പതറാതെ ആത്മബലത്തോടെ അതിനെ നേരിടാനും ദൈവത്തിൻ്റെ ശക്തി, ഉൾശക്തി ആർജിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനും ഇതിനൊക്കെ വേണ്ടി ആയിരിക്കാം ഈശോയുടെ ആ പരീക്ഷണം വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ട് അതിലേക്ക് നമ്മളെ കടത്തിക്കൊണ്ടു പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത് ആ ജോർദാൻ നദിയിൽ ഈശോയുടെ സ്നാനമാണ്. ജോർദാൻ നദി സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും പാപപ്രവൃത്തിയുടെയും എല്ലാം പ്രതീകമാണെങ്കിൽ അവിടെ നിന്ന് വലിയ ദൂരമല്ലാത്ത ഈ മരുഭൂമി പ്രദേശം കാപട്യത്തിൻ്റെയും കഠിനതയുടെയും വക്രതയുടെയും എല്ലാം പ്രതീകമാണ്. അവിടെ കുറുനരികൾ കടിച്ചു തിന്നുന്ന കുറുനരികൾ, വിഷപ്പാമ്പുകൾ, അവിടെ ഭൂമിയിൽ വളരുന്നത് കള്ളിമുള്ള് പോലുള്ള ചെടികൾ, കഷണ്ടിത്തലയിൽ ഒരു തലമുടി നാര് പോലെ അവിടെയും ഇവിടെയും കാണുന്ന ഇതൊക്കെയാണ് പൊഴിമണ്ണും വിജനപ്രദേശങ്ങളുമെല്ലാം. ഈ രണ്ട് വ്യത്യാസം, ഒന്ന് ദൈവികതയുടെയും ഒന്ന് പൈശാചികതയുടെയും പ്രതീകങ്ങൾ പോലെയാണ്. അവിടെ ഈശോ 40 ദിവസം ഉപവസിച്ചു. അതിനുശേഷം ക്ഷീണിതനായി ഒരു കല്ലിൻ്റെ പുറകിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരപരിചിതനെ പോലെയാണ് പിശാച് വരുന്നത്. നമുക്കറിയാം, നമ്മുടെ സങ്കല്പത്തിൽ പിശാചിനെ കുറിച്ച് 2 കൊമ്പും ഉന്തിയ പല്ലുകളും വാലും ഇതൊക്കെയുള്ള ആ പിശാചിൻ്റെ രൂപം ഇതൊന്നുമല്ല. അവിടെ മരുഭൂമിയിലെ ഒരു അറബിയെ പോലെ അവനും വഴിതെറ്റിപ്പോയി ഈശോയെ അവിടെ കണ്ടെത്തുന്ന തുല്യ ദുഃഖിതരായിട്ടുള്ള ഒരാളെ പോലെ. അവിടെ പക്ഷേ അറബി ഈശോയുടെ അന്നത്തെ ആവശ്യം മനസ്സിലാക്കി, നിനക്ക് വെള്ളം, നിനക്ക് ആഹാരം, ഇതൊക്കെ ഞാൻ തരാം. അവൻ്റെ വാഗ്ദാനങ്ങളെല്ലാം ഈശോയെ കയ്യിലെടുക്കുവാൻ വേണ്ടിയുള്ള. അവൻ ആദ്യം പറയുന്നത്, ആ പ്രലോഭനത്തിൻ്റെ വശങ്ങളിലേക്ക് പോകുന്നത്, ഈശോ ഇവനെ ശ്രദ്ധിക്കുന്നില്ല, മൗനമായിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം അവന് മനസ്സിലാവുകയാണ്. അപ്പോൾ അവൻ പറയുന്നു, നീ സ്ത്രീയെ കൊണ്ട് തുടങ്ങുക, അവൾ ശക്തിയാണ്, നീ ചെറുപ്പമാണ്, സുന്ദരനുമാണ്. ഒരു സ്ത്രീയെ കൊണ്ട് ഈ ലോകത്തെ നിനക്ക് കീഴടക്കാൻ പറ്റും. നിനക്ക് ചെയ്യാൻ പറ്റാത്തത് അവളിൽ കൂടി. ഈ ലോകത്തിലെ യുദ്ധങ്ങളിലും വഴക്കുകളിലും 90% ഒരു സ്ത്രീയാണ് കാരണം. ആ സ്ത്രീയെ കൊണ്ട് തന്നെ നീ തുടങ്ങുക, നിനക്ക് ഈ ലോകത്തെ കീഴടക്കാം. ഈശോ അതിലൊന്നും ശ്രദ്ധിക്കുന്ന പോലുമില്ലെന്ന് മനസ്സിലായപ്പോൾ അവൻ്റെ
രണ്ടാമത്തെ അടവെടുക്കുകയാണ്. നീ ഇപ്പോൾ വിശന്നിരിക്കുകയാണ്, നിനക്ക് അപ്പമാണ് ആവശ്യം, എനിക്ക് നിനക്ക് അപ്പം തരണമെന്നുണ്ട്. നീ ദൈവപുത്രനാണല്ലോ, നീ ഒരു കാര്യം ചെയ്യുക, ഈ കല്ലുകളോട് അപ്പമാകുവാൻ ആജ്ഞാപിക്കുക. ഈശോ അവിടെയും മിണ്ടുന്നില്ല, അവനുമായി ഇരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവൻ പറയുകയാണ്, നിനക്ക് അത്ഭുതം പോലും ചെയ്യുവാനുള്ള ശക്തി ഇപ്പോഴില്ലേ? ഞാൻ വേണമെങ്കിൽ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാം. അപ്പോൾ ഈശോ പ്രതിവചിക്കുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനത്തിൽ കൂടിയാണ് ശക്തി നേടുന്നത്. അത് കഴിഞ്ഞ് അവൻ്റെ മറ്റൊരടവ്, ആ ജഡികതയുടെ അടവ് പറഞ്ഞു. അത് കഴിഞ്ഞ് ആഹാരത്തിൻ്റെ അടവ് പറഞ്ഞു. അത് കഴിഞ്ഞ് അവനെ ഈശോയെ പ്രലോഭിപ്പിക്കുവാൻ വേണ്ടി ആ ദേവാലയത്തിൻ്റെ ആ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ നിന്ന് താഴെ നടക്കുന്നതെല്ലാം കാണിക്കുകയാണ്. വിശ്വാസികളിലും പുരോഹിതരിൽ പോലും ഈ മാംസത്തിൻ്റെയും ആത്മാവിൻ്റെയും സംഘടനവും അവിടെ ആ ഒരു ഒത്തുതീർപ്പും, ആ ഒത്തുതീർപ്പിന് സാരമില്ല എന്ന മനോഭാവം പുരോഹിതർക്ക് പോലുമുള്ള ആ ഒരു അവസരം. അപ്പോൾ ഇതൊക്കെ ഒരുപക്ഷെ ഈശോയെ നിരാശപ്പെടുത്തുവാൻ വേണ്ടി, കാരണം നിൻ്റെ കാര്യങ്ങൾക്കൊന്നും ഇവിടെ വിലപ്പോകില്ല, ഇവിടെ ലോകത്തിൻ്റെ നീതിയാണ്, അതെന്നിൽ നിന്ന് നിനക്ക് പഠിക്കാൻ പറ്റൂ, പിതാവായ ദൈവം വളരെ ദൂരമാണ്, അവൻ നിൻ്റെ പ്രാർത്ഥന കേൾക്കില്ല. അപ്പോൾ ഇതെല്ലാം നിരാശയിലേക്ക് നയിക്കുവാൻ വേണ്ടി ഈശോ അവിടെ പറയുന്നു, ആ ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് മാലാഖമാരുടെ ചെറുകളിൽ ചവിട്ടി നീ താഴോട്ട് വരണമെന്ന് പറയുമ്പോൾ ഈശോ പ്രതിവചിക്കുന്നത്, നിൻ്റെ കർത്താവായ ദൈവത്തെ പരീക്ഷിക്കരുത്. അപ്പോൾ അവൻ്റെ ഏറ്റവും അവസാനത്തെ അടവ് ഉപയോഗിക്കുകയാണ്. ഈ ലോകവും ലോകവസ്തുക്കളും അതിൻ്റെ ആഡംബരവും പ്രൗഢിത്വവും എല്ലാം കാണിച്ചുകൊണ്ട്, ഇതെല്ലാം ഞാൻ നിനക്ക് തരാം, നീ ഒരു നിമിഷം എൻ്റെ മുമ്പിൽ എന്നെ ആരാധിക്കുക. ഒരുപക്ഷെ എൻ്റെ നരകം അത് തന്നെയാണ്, ആരാധിക്കപ്പെടുവാനുള്ള ആഗ്രഹം, ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുവാനുള്ള ആഗ്രഹം. ഇതാണ് എൻ്റെ നരകം. ഇതിൻ്റെ തീയിൽ നിന്ന് ഞാൻ എന്നാണ് മുക്തനാകുന്നത്? നീ എന്നെ ഒരു നിമിഷം ആരാധിച്ചാൽ മതി, ഞാൻ എല്ലാം നിനക്ക് തരാം, നിൻ്റെ അടിമയായി തീരാം. ഈ സമയം ഈശോ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. മുട്ടുകുത്തി നിന്ന് യാചിക്കുന്ന പിശാചിനോട് പറയുകയാണ്, സാത്താനെ ദൂരെ പോവുക, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നീ ആരാധിക്കാവൂ. ഈ സമയം പിശാചിന് അവനിനിയും മറ്റു തന്ത്രങ്ങളൊന്നും ദൈവത്തിൻ്റെ മുമ്പിൽ, ഈശോയുടെ മുമ്പിൽ നടക്കില്ല എന്ന് മനസ്സിലായി. ഒരു പുകപടലം പോലെ എന്തൊക്കെയോ ശാപവാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറിപ്പോവുകയാണ്, അപ്രത്യക്ഷമാവുകയാണ്. ഇവിടെ ഈശോ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, പിശാച് എപ്പോഴും വരുന്നത് നമ്മുടെ അഭ്യുദയ കാഴ്ചയായി, ഒരു സ്നേഹിതനായി ഒക്കെയാണ് നമ്മളിലേക്ക് വരുന്നത്. അവൻ നമ്മുടെ ദുർബലത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവൻ നമ്മളിലേക്ക് വരും. അതിന് പരിഹാരം ലോകത്തിൻ്റെ രീതിയിൽ അവൻ ആദ്യം ആക്രമിക്കുന്നത് ശരീരത്തെയാണ്. ആ ശരീരത്തിൻ്റെ സുഖസൗകര്യങ്ങൾക്ക് വിട്ടുവീഴ്ച വരുത്തുമ്പോൾ അവൻ മനസ്സിനെ ആക്രമിക്കുന്നു. അവിടെ നിരാശയും കുറ്റബോധവും പ്രത്യാശയില്ലായ്മയും എല്ലാം വരുത്തുന്നു. ഇത് രണ്ടുമായി കഴിയുമ്പോൾ അവന് ആത്മാവിനെ ആശ്രയിക്കാൻ വളരെ എളുപ്പമാണ്. ഈശോ പറയുന്നത് ഇതാണ്,
പിശാച് ആക്രമിക്കുന്നത് നമ്മുടെ സുഖലോലുപതയും ജഡികതയും ആഹാരത്തിൻ്റെ പ്രിയത്വവും പ്രാർത്ഥനയില്ലായ്മയും ഇതിൽ കൂടിയാണ് പിശാച് നുഴഞ്ഞു കയറുന്നത്. അവൻ്റെ കണ്ണുകൾക്ക് കാന്തശക്തിയുണ്ട്. അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള രഹസ്യങ്ങൾ പോലും ചോർത്തിയെടുക്കുവാൻ അവന് കഴിയും. അവനങ്ങനെ നമ്മുടെ ബലഹീനതയെ മനസ്സിലാക്കുന്നത് അതിൽ നിന്ന് മുതലെടുക്കുവാൻ വേണ്ടിയാണ്. ഈശോയുടെ കണ്ണുകൾക്കും കാന്തശക്തിയുണ്ട്. ഈശോയുടെ നോട്ടവും ആഴങ്ങളിലേക്ക്, ആത്മാവിൽ ഒളിഞ്ഞിരിക്കുന്ന ആ രഹസ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത് തന്നെയാണ്. പക്ഷേ ഈശോയുടെ ഉദ്ദേശം മറ്റൊന്നാണ്. ആ ബലഹീനതകൾ മനസ്സിലാക്കി അതിനെ പരിഹരിക്കുവാൻ ഞാനുണ്ട് കൂടെ. എന്നോട് സഹകരിച്ചാൽ നമുക്ക് ആ പൂർണ്ണതയിലേക്ക് എത്താം. ഇതൊക്കെയാണ് ഈശോയുടെ കണ്ണുകളുടെ ഉദ്ദേശം. അങ്ങനെ ആ പിശാചിൻ്റെ പരിശ്രമങ്ങളെയെല്ലാം തോൽപ്പിക്കുവാൻ നമുക്ക് ആ പ്രാർത്ഥനയുടെ അനുഗ്രഹം അത്യാവശ്യമാണ്. അതുപോലെ ഈശോ മൗനമായിരിക്കുകയാണ്. ഈശോ നമ്മളോടും പറയുന്നത് ക്ഷമയുള്ളവരായിരിക്കണം. അവനോട് നമുക്ക് തർക്കിച്ച് തോൽപ്പിക്കുവാൻ പറ്റില്ല. അവൻ യുക്തിവാദിയാണ്. ദൈവം മാത്രമേ അവനെ തോൽപ്പിക്കുവാൻ പറ്റൂ. അതുകൊണ്ട് ദൈവം നമ്മളിൽ കൂടി സംസാരിക്കുവാനും അതിനുവേണ്ടി നമ്മൾ വിട്ടുകൊടുക്കണം. ആ എളിമയുടെ അപ്പോൾ ഒരവസരം വരും. അവൻ ദുർബലനായി മുട്ടുകുത്തുന്ന അവസരം. ആ സമയത്ത് സാത്താനെ ദൂരെ പോവുക എന്ന് പറഞ്ഞാൽ അവന് പോകാതിരിക്കാൻ പറ്റാതെ വരും. നമുക്കും ഈ പരീക്ഷണം ഈശോയെ പരീക്ഷിച്ച ഒരുപക്ഷെ അത്ര കഠിനമല്ലെങ്കിൽ പോലും ദൈനംദിന ജീവിതത്തിൽ ധാരാളം പരീക്ഷണങ്ങൾ വരും. അപ്പോൾ ഭോഗാസക്തികളും ആഹാരത്തിനേക്കുള്ള ആഗ്രഹങ്ങളും ലൗകികമായിട്ടുള്ള ചിന്തകളും ജഡികാസക്തികളും പ്രാർത്ഥനയിൽ ആശ്രയിക്കാത്ത മനോഭാവവും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിനെ തിരിച്ചറിയുവാനും ഈശോ നമ്മളോട് സംസാരിക്കുവാനും നമ്മളിൽ കൂടി സംസാരിക്കുവാനും വിട്ടുകൊടുക്കുമ്പോൾ അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നു. ആ പിശാച് ദുർബലനായി നമ്മുടെ മുമ്പിൽ അവിടെ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി അപ്രത്യക്ഷമാകുന്നു. ഇതിനൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.